ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആയിട്ടുള്ള വിഷയമാണ്. ഇപ്പം ഒന്ന് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ ഇതിനെക്കുറിച്ചുള്ള റീലുകളാണ് കൂടുതലും കാണുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്പോർട്സിൻ്റെ ഒരു ക്രിക്കറ്റിൻ്റെ മാച്ച് വരുവാണെങ്കിലോ അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ച് വരുവാണെങ്കിലോ ഒക്കെ ഈ വീഡിയോസ് കുറേയധികം ഫീൽഡിൽ വരാറുണ്ട്. മറ്റൊന്നുമല്ല, മാനിഫെസ്റ്റേഷൻ. ഇപ്പം ഞാൻ റീസെൻ്റ്ലി കാണുന്നൊരു കാഴ്ചയാണ്, അല്ലെങ്കിൽ വരുന്ന കുറച്ച് ന്യൂസാണ്. എനിക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് ഒന്നും വർക്കാവുന്നില്ല, ഇതൊക്കെ ഒരു ഉടായ്പാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആസ് എ തെറാപ്പിസ്റ്റ് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവും. അത് എൻ്റെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും ഞാനത് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഓക്കെ. പക്ഷേ നല്ലൊരു ശതമാനം ആളുകൾക്കും ഇത് നടക്കത്തില്ല. ഇനി ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടന്നിട്ടില്ല. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്കും അറിയത്തില്ലായിരുന്നു ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഇതിൻ്റെ പ്രോസസ്സാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. ഇവർ ചിന്തിക്കുന്നത് ഇത് നമ്മൾ മനസ്സിൽ കാണുന്നുടനെ അത് നമുക്കങ്ങ് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നോ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് എ പ്രോസസ്. അപ്പോൾ ആ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആയാൽ മാത്രമേ നമുക്ക് ആ മാനിഫെസ്റ്റേഷൻ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടത്തുള്ളൂ. ചിലർക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷനാണ്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും കൂടെ വേണം. എന്ന് പറയുന്നത് പോലെ ഇപ്പം നമ്മൾ ലോട്ടറി എടുത്തു, നാളെ ലോട്ടറി അടിക്കണം. അതെ. സോ ഇത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് അല്ല അതിൽ ചെയ്യുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് അതിൽ ചെയ്യേണ്ടത്.